Good morning, dear students. Welcome to the second class of Business Analytics. In today's class, we are going to cover two topics, Business Analytics process and decision models. Now you know what is Business Analytics, what is its importance, and what is its evolution. Right. Now, let's begin. For Business Analysis process, 7 steps ഉണ്ട്. കണ്ടോ ഈ സ്റ്റെപ്സ് ഇതേപോലെ തന്നെ പഠിക്കണം, മാറിയും തിരിഞ്ഞും പോവരുത്, കറക്റ്റ് ഓർഡറിൽ തന്നെ വേണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ദ ബിസിനസ് നീഡ്. ബിസിനസിന്റെ ആവശ്യകത എന്താണ്, നീഡ് എന്താണ്, അത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. രണ്ടാമത്തേത് എക്സ്പ്ലോർ ദ ഡേറ്റ. നമ്മൾ ഡേറ്റാസിനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുക്കണം. ഇനി ആ ഡേറ്റാസിനെ നമ്മളിങ്ങനെ റഫായിട്ട് റാൻഡം ആയിട്ട് എടുത്തേക്കുക, ആ ഡേറ്റാസിനെ നമ്മൾ അനലൈസ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് predict what is likely to happen. അനലൈസ് ചെയ്ത ശേഷം ഭാവിയിൽ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് അപ്പൊ കുറെ അഭിപ്രായങ്ങൾ വരും, കുറെ പ്രഡിക്ഷൻസ് വരും അല്ലെ. ആ പ്രഡിക്ഷൻസിൽ നിന്നും നമ്മൾ നല്ല, അതായത് ഒപ്റ്റിമൈസ്, ഫൈൻഡ് ദ ബെസ്റ്റ് സൊല്യൂഷൻ, നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അത് കഴിഞ്ഞ് മേക്ക് എ ഡിസിഷൻ ആൻഡ് മെഷർ ദ ഔട്ട്കം. നമ്മൾ ഡിസിഷൻ എടുത്ത ശേഷം ഔട്ട്കം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യണം. അതായത് ഔട്ട്കം എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ദ സിസ്റ്റം വിത്ത് ദ റിസൾട്ട്സ് ഓഫ് ദ ഡിസിഷൻ. നമ്മളുടെ കയ്യിലുള്ള സിസ്റ്റത്തിനെ നമ്മളുടെ ഈ ഒരു ടെക്നിക്ക് അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇതാണ് 7 സ്റ്റെപ്പ്. ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ബിസിനസ് അനാലിറ്റിക്സ് പ്രോസസ്. അത് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ഞാൻ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻ ദ ബിസിനസ് നീഡ്, എക്സ്പ്ലോർ ദ ഡേറ്റ, അനലൈസ് ദ ഡേറ്റ, and then predict what is likely to happen, optimize, make the decision and update the system with the results of the decision. Okay, ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ക്ലാസ്സിൽ കണ്ടതാണ്, പഠിച്ചതാണ്. ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് കണ്ടതാണ്. സോ മേക്ക് എ ഡിസിഷൻ ആൻഡ് മെഷർ ദ ഔട്ട്കം. കണ്ടോ, ദ അനലിസ്റ്റ് will then make decisions and take action based on the derived insights from the model and the organizational goals. ആ മോഡലിൽ നിന്നും നല്ല എങ്ങനെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യണം, ഒരു തീരുമാനത്തിൽ എത്തണം. ആ തീരുമാനം പിന്നെ നമ്മൾ എഫക്റ്റീവ് ആക്കണം. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുക, ഡേറ്റാസിനെ എടുക്കുക, എക്സ്പ്ലോർ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നും പ്രഡിക്റ്റ് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക, decision and measure the outcome, update the system. അങ്ങനെ 7 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഡിസിഷൻ മോഡൽ. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിന് ഒരു മോഡൽ ഉണ്ടാക്കും. അതാണ് ഡിസിഷൻ മോഡൽ. നമ്മൾ എന്ത് തീരുമാനിച്ചോ ആ തീരുമാനത്തിന് നമ്മൾ എപ്പോഴും ഒരു മോഡൽ ഉണ്ടാക്കും. ആ മോഡൽ ഒന്നിൽ ഒരു ഡ്രോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വെർബൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുപോലെ നമ്മൾ ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ അതൊക്കെയാണ് ഡിസിഷൻ മോഡൽസ്. ഓക്കെ, സോ മോഡൽ എന്ന് പറഞ്ഞാൽ an abstraction or representation of a real system, idea or object. ഒരു റിയൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ അബ്സ്ട്രാക്ഷൻ ആണ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. captures the most important features. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ മോഡലിനെ ഉണ്ടാക്കുന്നത്. Can be written or verbal, visual display, mathematical formula or a spreadsheet representation. ഒന്നുകിൽ അതൊരു എക്സൽ ഷീറ്റ് റെപ്രസെന്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഫോർമുല ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു റിട്ടൺ ഡോക്യുമെന്റ് ആയിരിക്കും, വെർബൽ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഡിസ്പ്ലേ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഒരു ഡിസിഷൻ മോഡൽ എന്ന് പറഞ്ഞത്. ഇനി നമ്മളിവിടെ എ ഡിസിഷൻ മോഡൽ ഇസ് എ മോഡൽ യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ്, അനലൈസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. ടൈപ്സ് ഓഫ് മോഡൽ ഇൻപുട്ട്. ഒരു മോഡലിലെ ഇൻപുട്ട് എന്തൊക്കെയാ? ഡേറ്റ, പിന്നെ അൺകൺട്രോളബിൾ വേരിയബിൾസും കൺട്രോളബിൾ വേരിയബിൾസും, ടൈപ്സ് ഓഫ് വേരിയബിൾസും അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട്, പെർഫോമൻസ് മെഷേഴ്സും ബിഹേവിയറൽ മെഷേഴ്സും. ഓക്കെ, സോ ഈ ഡയഗ്രാം നിങ്ങൾ നോക്കിക്കോണം. അതായത് ഇൻപുട്ട് എന്താണ്, ഇൻപുട്ട് ഇതാണ്, ഔട്ട്പുട്ട് ഇതാണ്, നടുക്ക് ഡിസിഷൻ മോഡൽ വരും. കണ്ടോ, ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാസും അൺകൺട്രോളബിൾ uncontrollable or controllable variables, outputs എന്ന് പറഞ്ഞാൽ measures of performance or behavior.
സോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സെയിൽസ് പ്രൊമോഷൻ മോഡലിനെ ഗ്രോസറി ഇൻഡസ്ട്രി ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് നമ്മൾ ബിസിനസ് അനാലിറ്റിക്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതൊരു ജനറൽ ഫോമാറ്റ് ആണ്. നമ്മളൊരു കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്തു പോയിരിക്കുകയാണ് ഇതിനകത്ത് വരുന്നത്. ഇനിയും അതാണ് ഡിസ്ക്രിപ്റ്റീവ് ഡിസിഷൻ മോഡൽസ്. ഇതിനെ ആ ഒരു കാൽക്കുലേഷനെ നമ്മൾ 3 മോഡൽ ഉണ്ടാക്കാൻ പോകണം. ഡിസ്ക്രിപ്റ്റീവ് ഡിസിഷൻ മോഡൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യും. നമ്മൾ പടമൊക്കെ വരച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ഡിസിഷൻ മോഡൽസ്. അതായത് വാട്ട് ഈസ് ആൻഡ് ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്സ്. കണ്ടോ, എന്താണ്, പിന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തുവാണ്, അതാണ് ഡിസ്ക്രിപ്റ്റീവ് ഡിസിഷൻ മോഡൽസിൽ നമ്മൾ പറയുന്നത്. അടുത്തത് പ്രഡിക്റ്റീവ് ഡിസിഷൻ മോഡൽസ്. പ്രഡിക്റ്റീവ് ഡിസിഷൻ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ, അതാണ് പ്രഡിക്ഷനകത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ. അടുത്തത് പ്രിസ്ക്രിപ്റ്റീവ്. പ്രിസ്ക്രിപ്റ്റീവിനകത്തിലാണ് നമ്മൾ ഓപ്റ്റിമൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സോ ഒപ്റ്റിമൈസേഷൻ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, കൺസ്ട്രെയിൻസ്, ഒപ്റ്റിമൽ സൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിസ്ക്രിപ്റ്റീവ് ഡിസിഷൻ മോഡൽസിനകത്തിൽ വരുന്നത്. ഓക്കെ. ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചത് ബിസിനസ് അനാലിറ്റിക്സിന്റെ പ്രോസസ്സ് പഠിച്ചു, ഡിസിഷൻ മോഡൽസ് എന്താണെന്ന് പഠിച്ചു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.